എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന് നാട് വിട നൽകി. ചേലോട് കുറുമറ്റം സെമിത്തേരിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്കാരം. അക്രമത്തിൽ എൽദോസിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് കാര്യമായി ക്ഷതമേറ്റുവെന്നാണ് പോസ്റ്റ്മോർട്ടം പറയുന്നത്. കാട്ടാനാക്രമണത്തിൽ വൻ പ്രതിഷേധത്തിലാണ് ഇന്ന് സംസ്കാരം അവസാനിച്ചത്. കോതമംഗലത്ത് വൻ പ്രതിഷേധമുണ്ടായി. കുട്ടമ്പുഴ ഉരുളന്തണ്ണിയിലെ മാർത്തോമ പള്ളിയിലായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ. തുടർന്ന് ചേലോട് കുറുമറ്റം സെമിത്തേരിയിൽ സംസ്കാരം. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം 12 മണിയോടെയാണ് എൽദോസിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. കണാച്ചേരിയിലെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. പ്രതിഷേധവും സംഘർഷ സാഹചര്യവും കണക്കിലെടുത്ത് ഉരുളൻതണ്ണിയിലും പരിസരത്തും പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. കുട്ടമ്പുഴ പഞ്ചായത്തിൽ വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കോതമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. എറണാകുളത്ത് സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന എൽദോസ് വർഗീസ് ജോലി കഴിഞ്ഞെത്തി വീട്ടിലേക്ക് നടന്നു പോകും വഴിയാണ് ഇന്നലെ രാത്രി കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. സാധാരണ കാണാറുള്ള അപേക്ഷയുടെ സ്വരം സമരക്കാർ മാറ്റിയിരിക്കുന്നു. നിലവിലവർ മുന്നറിയിപ്പിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇനിയെങ്കിലും തിരുത്തിയാൽ ഭരണകൂടത്തിന് കൊള്ളാം. ക്യാമറാമാൻ നിഖിലിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കൊച്ചി.